ജമാൽ, മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ പരിണിത ഫലം, അതായത് ഇഞ്ചുറീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ലക്ഷ്യം വെച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാനായി എന്നുള്ളതാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ അങ്ങനെയല്ല എന്ന് ഹമാസും പറയുന്നുണ്ട്. അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കാനാകുന്നുണ്ടോ? ഒപ്പം തന്നെ അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഖത്തറും നൽകുന്നു. അസിത, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹമാസിന് നേതൃത്വം നൽകുന്ന ഭീകരരെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അത് ലക്ഷ്യം കണ്ടു എന്നാണ് ഇസ്രയേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഖത്തറോ അല്ലെങ്കിൽ മറ്റേതിലെ ഏജൻസികളോ രാജ്യങ്ങളോ അത്തരത്തിലുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ നാശനഷ്ടമുണ്ടായി അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. നാശനഷ്ടം ഉണ്ടായതെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഖത്തറിൽ ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഖത്തറിലെ ഖത്താറയിൽ ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കെട്ടിടം തകരുകയും ചെയ്തിട്ടുണ്ട്, നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജീവഹാനി സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ നാശനഷ്ടം അല്ലെങ്കിൽ ജീവഹാനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായി എന്ന കാര്യം ഉറപ്പാണ്. നിരവധി തവണ സ്ഫോടനങ്ങൾ ഉണ്ടായി ഇവിടെ എന്നാണ് ഈ സാക്ഷികളൊക്കെ തന്നെയും പറയുന്നത്. ഇവിടെ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ഒക്ടോബർ 2023 ഒക്ടോബർ ഉണ്ടായ കൂട്ടക്കൊലയ്ക്ക് പകരമായാണെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരെയാണ് തങ്ങൾ നേരിട്ടത്, അവർക്ക് നേരെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഖത്തർ ഈ ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ച് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഖത്തറിന്റെ പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്ന തലത്തിൽ തന്നെയാണ് ഖത്തർ ഈ ആക്രമണത്തെ കാണുന്നത്. മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കടുത്ത അനിശ്ചിതത്വം, രാഷ്ട്രീയമായ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ ഇറാന്റെ ആക്രമണം ഖത്തറിൽ ഉണ്ടായിരുന്നു. അന്ന് US അമേരിക്കൻ എംബസികൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നു അന്ന് ആക്രമണമെങ്കിൽ ഇന്ന് ഖത്തറിലെ ഒരുപക്ഷെ ഖത്തറെ തന്നെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ അറിവോട് കൂടിയാണ് ഈ ആക്രമണം എന്ന് കൃത്യവും വ്യക്തവുമാണ്. ഏതായാലും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഗൾഫിനെ കൂടുതൽ അസ്വസ്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആശങ്കയിലേക്ക് തള്ളിവിടുകയാണ്. ഈ ആക്രമണത്തിൽ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഖത്തറിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അസിത.